എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പൊളിറ്റിക്സ് രണ്ട് മൃഗങ്ങളെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. കാളയും കോഴിയും. കോഴികളെ പിടിച്ചിട്ടാണ് മൂന്ന് മുന്നണികളും ഇപ്പോൾ സമരരംഗത്ത് ഉള്ളത്. ഇപ്പോൾ ഈ ഏതച്ഛൻ വന്നാലും അമ്മയ്ക്ക് സ്വൈര്യമില്ലെന്ന് പറഞ്ഞ കണക്കാണ് ഈ കോഴികളുടെ കാര്യം. കോഴികൾ UDFും LDFും BJPയും കോഴികളെ പിടിച്ചുകൊണ്ടാണ് സമരമുഖത്ത് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം UDFുകാർ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് ക്ലിഫ് ഹൗസിലോട്ട് കോഴികളെയും പിടിച്ചുകൊണ്ടൊരു കോഴി ഫാം നടത്തുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നും പറഞ്ഞുകൊണ്ടൊരു സമരം നടത്തിയിരുന്നു. UDF നേതാക്കന്മാരെല്ലാവരും കോഴികളാണെന്നും പറഞ്ഞ് LDF UDFിൻ്റെ പല കേന്ദ്രങ്ങളിലേക്കും കോഴിയെ കൊണ്ട് സമരം ചെയ്തു. അതേ കണക്ക് തന്നെ BJPയും സമരം ചെയ്തു. ഇപ്പം മുകേഷ് MLAയുടെ കേസ് പൊങ്ങി വന്നപ്പോൾ ഇത് കണക്ക് കോഴിയുമായിട്ടൊരു സമരം നടന്നായിരുന്നു. പക്ഷേ ഇത്രയും വ്യാപകമായിട്ട് കോഴികളെ സമരരംഗത്ത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആദ്യമാണ്. ഇത് പാവങ്ങൾ, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നുമല്ല ഇത്. ഇതിപ്പോൾ ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ടെന്ന് പറഞ്ഞ ഒരു പഴമയുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. പാവപ്പെട്ടവൻ അഷ്ടിക്ക് വകയില്ലാതെ ഒരു 100,000 ജീവിത പ്രശ്നങ്ങളോട് മല്ലടിക്കുമ്പോൾ രാഷ്ട്രീയക്കാരിവിടെ കോഴിത്തരവും കോഴിസമരവും ഒക്കെ കൊണ്ട് നടക്കുകയാണ്. അവർക്ക് ജീവിക്കാനുള്ള വൈഷമ്യങ്ങളൊന്നും അവരുടെ അജണ്ടയിലില്ല. അവർക്ക് ഈ സമരം ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള കുറേ ഉടായ്പ സമരങ്ങൾ മാത്രം മതി. അപ്പം നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതൊക്കെ പണ്ടാണ്. ഇപ്പം നമുക്ക് കോഴികളുടെ സ്വന്തം നാടെന്ന് വിളിക്കുക, അതാണ് നല്ലത്. അതായത് എല്ലാ പാർട്ടികളിലും നമ്മൾ ഇപ്പോൾ പരസ്പരം ചെളിവാരി എറിയുന്ന കൂട്ടത്തിൽ ഇവർ പരസ്പരം അന്യോന്യം ഈ കോഴിത്തരങ്ങൾ വിളിച്ചു പറയുകയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ മൊത്തം കോഴികളാണ്. കോഴിത്തരമാണ് ഇവരുടെ മുഖ്യ തൊഴിൽ. അപ്പോൾ ഈ കേരളത്തിനെ ഇപ്പം നയിച്ചുകൊണ്ട് പോകുന്നത് കോഴികളാണെന്ന് നമുക്ക് പറയാം. അതായത് എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിലും കോഴികളുടെ ഒരു അതിപ്രസരമാണ്. ഈ നല്ലവിള ചമയുന്നവന്മാരുടെയൊക്കെ പിന്നാമ്പുറങ്ങൾ നമ്മൾ ചകഞ്ഞ് എന്നാൽ ഒരു കോഴിത്തരത്തിലേ അവസാനിക്കത്തുള്ളൂ. ഈ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാരും കോഴിത്തരത്തിൽ നിന്ന് വിമുക്തരല്ല. എല്ലാവരും അത്യാവശ്യം കോഴിത്തരങ്ങൾ കയ്യിലുള്ളവരാണ്. അപ്പം അതാണ് ഇന്ന് ബോംബ് പൊട്ടിക്കും, നാളെ ബോംബ് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരിങ്ങനെ വെല്ലുവിളിക്കുന്നത്. അതായത് എല്ലാവരുടെയും കോഴിത്തരങ്ങൾ എല്ലാവരുടെയും കൈവശം ഉണ്ട്. അത് പലരും ചിലതൊക്കെ പുറത്ത് വരും, ചിലതൊന്നും പുറത്ത് വരത്തില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് ഇങ്ങനെ അബദ്ധത്തിൽ പുറത്ത് വന്നു, അത്രേ ഉള്ളൂ. അത് ബാക്കിയുള്ളവരെല്ലാവരും പുണ്യവാളനാണെന്ന് ഇതിനകത്ത് അർത്ഥമില്ല. അപ്പം അങ്ങനെ കേരളത്തിനെ ഈ കോഴികളുടെ സ്വന്തം നാടെന്ന് അറിയപ്പെടുത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കോമാളികളുടെ ഒരു ചിത്രീകരണമാണ് ഇന്നത്തെ ഈ നമ്മുടെ ഡെമോൺസ്ട്രേഷനിലുള്ളത്. എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം ഈ ഡെമോൺസ്ട്രേഷനിലേക്ക് ക്ഷണിക്കുന്നു. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്.
താൻ സൃഷ്ടിച്ച കേരളത്തെ ഒരു പൂവൻകോഴി ഇങ്ങനെ താങ്ങിയെടുത്തുകൊണ്ട് പോകുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന നമ്മുടെ പരശുരാമനാണ് ഇത്.